ശ്രീമദ് ഭഗവത്ഗീതയിൽ നിന്നും ഭാഗവതത്തിലേക്ക്. നമ്മൾ ഇതിനു മുമ്പിൽ വേദപഠന ക്ലാസ്സിലൂടെ ഈ ശ്രീമദ് ഭഗവത്ഗീത ആദ്യം തൊട്ടേ വരികളുടെ അർത്ഥം പറഞ്ഞുകൊണ്ട് വ്യാഖ്യാനിച്ചു പോയി. ആ ക്ലാസ് ഏകദേശം 31-ന്, ഈ ഡിസംബർ 31-ന് അത് തീരും. അപ്പം ജാനുവരി 1 മുതലോ അല്ലെ അതിൻ്റെ അടുത്ത ഒരു ദിവസത്തിലോ ഭാഗവതം തുടങ്ങാൻ ഇതേപോലെ ക്രമത്തിൽ ഒന്നും വിടാതെ ഭാഗവതം തുടങ്ങാൻ ഉദ്ദേശിക്കുകയാണ്. ശാസ്ത്രീയമായി മനസ്സിലാവുന്ന തരത്തിൽ പറയാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പം ഭാഗവതം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. വേദവ്യാസൻ 4 വേദങ്ങളും 4 വേദങ്ങളെ വ്യസിക്കുകയാണ് ചെയ്തത്. മറ്റുള്ള ഋഷികളെല്ലാം എഴുതി വെച്ചത് കൂട്ടിവെച്ച് എഴുതിയതായിരുന്നു. അതിനെ ഒരു 4 കാറ്റഗറിയായി തിരിച്ചു വ്യസിച്ചു. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. എന്നിട്ട് അതിൽ വരുന്ന കാര്യങ്ങളെല്ലാം വിസ്തരിച്ചിട്ട് കഥരൂപത്തിൽ 17 പുരാണങ്ങളിലൂടെ എഴുതി വെച്ചു. പക്ഷെ അതെല്ലാം സയൻസിൽ നിന്ന് മാറാതെ സയൻസ് പറഞ്ഞുകൊണ്ട് തന്നെ കഥരൂപത്തിൽ എഴുതുകയാണ് ചെയ്തത്. സയൻസിൽ നിന്ന് മാറിയിട്ടില്ല. കാരണം പ്രപഞ്ച രഹസ്യം എന്ന് പറയുന്നത് ശാസ്ത്രമാണ്, സയൻസാണ്. അതിലെല്ലാ വിഷയവും വരും. പക്ഷെ അത് വേറെ പ്രത്യേക ക്രമത്തിലാണ് എഴുതിയിരുന്നത്. ഓരോ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു. അതപ്പം പ്രപഞ്ച രഹസ്യം മുഴുവൻ മനസ്സിലാക്കേണ്ടെങ്കിൽ ഇതെല്ലാം കൂടി വായിക്കണം. അങ്ങനെ ഒരു കുഴപ്പം അതിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെയെല്ലാം ഏകോപിപ്പിച്ചിട്ട് ബ്രഹ്മം തൊട്ട് ക്രമത്തിൽ ലോകാവസാനം വരെയുള്ള കാര്യം പറയാമെന്ന് ലക്ഷ്യമിട്ടുകൊണ്ടാണ് നമ്മൾ വേദപഠന ക്ലാസ് ബ്രഹ്മം തൊട്ട് കൂട്ടൽ എന്നത് തുടങ്ങിയത്. അതൊക്കെ ഒരു ക്രമത്തിലാണ്. എന്താണ് ബ്രഹ്മം? ബ്രഹ്മം എങ്ങനെയാണ് പ്രപഞ്ചമായി മാറിയത്? അത് പടിപടിയായി ബ്രഹ്മം തൊട്ട് കൂട്ടൽ എന്ന നിലയിൽ എഴുതിപ്പോയി. അതിന് മുമ്പിൽ ശ്രമിച്ചത് നാനപ്പാനയിലാണ്. അവിടെ മത്സ്യം തൊട്ടേ കൂട്ടിയിട്ടുള്ളൂ, ബ്രഹ്മം തൊട്ട് കൂട്ടിയിട്ടില്ല. സ്റ്റാർട്ടിംഗ് പോയിന്റ് ബ്രഹ്മമാണ്. പൂന്താനം മത്സ്യം തൊട്ടാണ് കൂട്ടിയത്, നമ്മൾ ബ്രഹ്മം തൊട്ടാണ് കൂട്ടിയത്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഈ 4 വേദങ്ങളിലും പുരാണങ്ങളിലും ഉപനിഷത്തിലും ഒന്നും ആ ക്രമത്തിലല്ല പറഞ്ഞിരിക്കുന്നത്, ഓരോ വിഷയം അടിസ്ഥാനമാക്കിയ. അതുകൊണ്ട് നമുക്ക് അവിടെ നിന്നും ഇവിടെ നിന്നും എല്ലാം എടുത്തിട്ട് 4 വേദങ്ങളിൽ നിന്നും എടുത്തിട്ടുണ്ട്, 108 ഉപനിഷത്തു നിന്നും എടുത്തിട്ടുണ്ട്, 17 പുരാണങ്ങളിൽ നിന്നും എടുത്തിട്ടുണ്ട്. തന്നെയാണ് 18 പുരാണം തന്നെ. അതിൽ നിന്നെല്ലാം എടുത്തുകൊണ്ടാണ് ഈ ഒരു ക്രമത്തിൽ നമ്മൾ എഴുതി പോയത്, അവതരിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ഇതേ പ്രശ്നം വേദവ്യാസനും അനുഭവപ്പെട്ടിട്ടുണ്ട്. വേദവ്യാസം 4 വേദങ്ങളിലൂടെ എല്ലാ വിഷയവും എഴുതി. അതെല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് കഥരൂപത്തിലാക്കി വിസ്തരിച്ചിട്ട് 17 പുരാണങ്ങളിലൂടെ എഴുതി. പിന്നെ ഉപനിഷത്തുമുണ്ട്. എന്നിട്ടും വേദവ്യാസന് തൃപ്തി വന്നില്ല. കാരണം ഇതൊരു ക്രമത്തിലല്ല, ഇതിൻ്റെ സിസ്റ്റം വേറൊരു തരത്തിലാണ്, വിഷയത്തിൻ്റെ അടിസ്ഥാനമാക്കിയാണ്. പക്ഷെ പ്രപഞ്ചമുണ്ടായ ആ ഒരു ക്രമത്തിൽ ഈ എല്ലാ പുസ്തകങ്ങളിലും ഉള്ളത് ഒരു പ്രത്യേക ക്രമത്തിൽ എഴുതണമെന്ന് അദ്ദേഹത്തിന് തോന്നി. ഇല്ലെങ്കിൽ എല്ലാം അറിയേണ്ടെങ്കിൽ എല്ലാ പുസ്തകവും 4 വേദങ്ങളും എടുത്ത് വായിക്കേണ്ടി വരും, 108 ഉപനിഷത്തും എടുത്ത് വായിക്കേണ്ടി വരും, 17 പുരാണങ്ങളെല്ലാം എടുത്ത് വായിച്ചാലല്ലേ ഇതിന് ഒരു വഴിക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അത് കുറേ പ്രയാസമാണ്. അതിന് അദ്ദേഹത്തിന് തോന്നി ഇതെല്ലാം യോജിപ്പിച്ചിട്ട്, എല്ലാം യോജിക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ഭാഗവതത്തിൽ എഴുതി പിടിപ്പിക്കാനൊന്നും പറ്റില്ല. എന്നാലും പ്രധാനപ്പെട്ടതെല്ലാം ഒരു ക്രമത്തിൽ എഴുതി പോകുന്നതാണ് നല്ലത് എന്ന് തോന്നിയിട്ട് മറ്റേതെല്ലാം
ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവർ ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ്. എന്നാൽ സാധാരണക്കാരന് വേണ്ടി കഥരൂപത്തിൽ ഇതിൽ വരുന്ന പ്രധാന കാര്യങ്ങൾ എവിടെ നിന്നൊക്കെ നമ്മൾ ബ്രഹ്മം തൊട്ട് കൂട്ടുക എന്നത് പറഞ്ഞതുപോലെ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ഒരു പ്രത്യേക വേദവ്യാസൻ ഒരു പ്രത്യേക ക്രമത്തിൽ എഴുതി പിടിപ്പിച്ചു. അത് ജനം വായിക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ എന്ന ഒരു കഥയായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് അവിടെ കൃഷ്ണ കഥ പറയും, കൃഷ്ണൻ്റെ കാര്യം പറയും. അങ്ങനെ ഒരു തന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പം കഷായം കുടിപ്പിക്കണ്ടെങ്കിൽ ഇടയ്ക്ക് പഞ്ചസാര കൊടുക്കുന്നത് പോലെ നാരദനെപ്പോൾ എന്ത് ചെയ്യുമ്പോൾ ഇടയ്ക്കെന്ന് പറയും കൃഷ്ണ കൃഷ്ണ എന്ന് പറയും. അതുപോലെ കൃഷ്ണ കൃഷ്ണ എന്നും നാരായണ നാരായണനും എല്ലാം ഒന്ന് തന്നെ, എല്ലാം ഒന്ന് തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒന്ന് തന്നെയാണ്. എന്ന് പറഞ്ഞാലും അദ്ദേഹം നാരായണ നാരായണ എന്ന് പറഞ്ഞുകൊണ്ട് ഇടയ്ക്ക് പറയും. ചെയ്യുന്നത് വിഷയങ്ങളാണ്, പക്ഷെ ഇടയ്ക്ക് ഇത് പറയും. അത് ഇപ്പം ഭഗവത്ഗീതയിലും നമ്മൾ കണ്ടതാണ്. എന്ത് കർമ്മം ചെയ്യുമ്പോഴും അത് എന്നിൽ അർപ്പിച്ചുകൊണ്ട്, അതായത് കൃഷ്ണനാകാം, നാരായണനാകാം, ബ്രഹ്മവുമാകാം, യഥാർത്ഥത്തിൽ ബ്രഹ്മത്തിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യണമെന്ന് പറയുന്നതാണ് അവിടെ നാരായണ എന്നത് ഉദ്ദേശിച്ചുകൊണ്ട് ഇടയ്ക്ക് എന്ത് ചെയ്യുമ്പോഴും ഞാനിത് നാരായണന് വേണ്ടിയാണ് ചെയ്യുന്നത്, ഇതെൻ്റെ ധർമ്മമാണ്, അതാ നാരായണന് വേണ്ടി, ആ ബ്രഹ്മത്തിന് വേണ്ടിയാണ് ഞാൻ ചെയ്തത്. അത് തന്നെയാണ് ഭഗവത്ഗീതയിലും കൃഷ്ണൻ എപ്പോഴും ആദ്യം തൊട്ട് അവസാനം പറഞ്ഞത് എല്ലാം എനിക്കായി ചെയ്യുക. അപ്പം പറയുന്നതിനെക്കാട്ടി മുമ്പിൽ നാരായണ നാരായണ പറഞ്ഞതിൻ്റെ ശേഷം നാരായണ നാരായണ, അതായത് എല്ലാം നാരായണന് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. ആര്? നാരദൻ. അതിലൂടെയാണ് ലോകം തന്നെ മാറ്റിമറിക്കപ്പെടുന്നുണ്ട്. ഓരോ കർമ്മത്തിലൂടെയും നാരദൻ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഏറ്റുമുട്ടലിലൂടെ എല്ലാം തന്നെയാണ്. മാറ്റം ഉണ്ടെങ്കിൽ ഏറ്റുമുട്ടലുണ്ടായേ പറ്റൂ, അല്ലാതെ നടക്കില്ല. അത് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ, രജോ ഗുണം, അല്ലെങ്കിൽ സത്വഗുണത്തിലായി പോകും, നിന്നെടുത്ത് നിന്ന് പോകും. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ, അതിൽ നിന്ന് മറികടക്കണമെങ്കിൽ ഒരു എനർജി പ്രയോഗിച്ചേ പറ്റൂ. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ, രജോ ഗുണം. രജോ ഗുണം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പിന്നിൽ പിന്തിരിപ്പിക്കാൻ, അങ്ങനെ മുന്നോട്ട് പോകണ്ടെന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട്. അത് തമോ ഗുണം, അല്ലെങ്കിൽ ന്യൂട്ടൻ്റെ തേർഡ് ലോ, എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോഴും മാറ്റം അങ്ങനെ പോവുകയുള്ളൂ. അപ്പോൾ ഇതേപോലെ ഭാഗവതം എഴുതണമെന്ന് വേദവ്യാസന് തോന്നിയിട്ട് അതിന് ഉപദേശിച്ചത് ഈ നാരദൻ തന്നെയാണ്. വേദവ്യാസനെ ഉപദേശിച്ചത് നാരദനാണ്. അപ്പം നാരദൻ എന്താണെന്നെല്ലാം ഞാൻ വേദത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞു, അതിലേക്കൊന്നും ഇപ്പം കിടക്കുന്നില്ല. അപ്പോൾ എല്ലാവരെയും സ്വാധീനിക്കുന്നുണ്ട്, ഒരു കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നുണ്ട്. പ്രേരിപ്പിക്കുമ്പോഴാണ് എന്തിനെങ്കിലും ഇറങ്ങിത്തിരിക്കുന്നത്. തിരിക്കുമ്പോൾ ഏറ്റുമുട്ടലുകൾ ഉണ്ടാവും, മറ്റേ ഉണ്ടാവും, മാറ്റങ്ങൾ ഉണ്ടാവും, ആക്ഷൻ ഉണ്ടാവും, റിയാക്ഷൻ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അതുകൊണ്ടാണ് ഒരു സംഘർഷത്തിലൂടെയാണ് ലോകം മുന്നോട്ടേക്ക് പോകുന്നത്. എല്ലാം ദ്വയമായിട്ടാണ്. മുന്നോട്ടേക്ക് പോകുമ്പോൾ പിന്നോട്ട് വലിക്കാനും ശക്തിയുണ്ട്. വൈരുദ്ധ്യാത്മക ഭൗതികവാദം, വൈരുദ്ധ്യങ്ങളുടെ ലോകത്തിൽ നിന്നും ഏറ്റുമുട്ടലിലൂടെ പുതിയൊരു ഏറ്റുമുട്ടൽ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ. അല്ല, നമ്മളെ ഏറ്റുമുട്ടലായിട്ടൊന്നും ചിന്തിക്കണ്ട. എവറി ആക്ഷൻ ദർ ഈസ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ആരെന്ത് പ്രവർത്തിക്കുമ്പോൾ അതിനൊരു എതിർപ്പുണ്ടാവും, പഴയ അവസ്ഥയിലേക്ക് തുടരാൻ. അപ്പം അതിലൂടെയാണ് ലോകം പോകുന്നത്. അപ്പം വേദവ്യാസൻ എന്ത് ചെയ്തു? ഒരു ക്രമത്തിൽ ഇതെല്ലാം എഴുതി അതിന് ഇടക്ക് കൃഷ്ണൻ്റെ കഥയാണ് എന്ന് വരുത്തത്തക്ക വിധത്തിൽ അവതരിപ്പിച്ചെങ്കിലും അതിലെ കൃഷ്ണൻ ബ്രഹ്മം തന്നെയാണ്. നമ്മൾ ഭഗവത്ഗീത ഇപ്പോൾ കണ്ടു,
അതിൽ കൃഷ്ണൻ കൃഷ്ണൻ എന്ന് പറയുന്ന നമ്മളെ ഈ കൃഷ്ണനായിട്ടല്ല അവിടെ അവതരിപ്പിക്കുന്നത് ആ പരമമായ ബ്രഹ്മത്തെ തന്നെയാണ്. ആ ബ്രഹ്മം തന്നെയാണ് ഞാൻ. ആ ബ്രഹ്മം തന്നെയാണ് ദ്വാപരയുഗത്തിലെ കൃഷ്ണനായിട്ട്, കാലമാകുന്ന കൃഷ്ണനായിട്ട് അവതരിപ്പിച്ചത്. അതുകൊണ്ട് കൃഷ്ണൻ എന്ന് പറയുന്നതിലും തെറ്റൊന്നുമില്ല. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, കൃഷ്ണ കൃഷ്ണ എന്നോ നാരായണ നാരായണ എന്ന് പറഞ്ഞാലും എല്ലാം കാര്യം ഒന്ന് തന്നെയാണ്. ആ വ്യൂവിൽ നമ്മൾ ഡെവലപ്പ് ആവണം, എങ്കിലേ നമുക്കതിലേക്ക് അങ്ങനെ കാര്യങ്ങളെ കാണാൻ പറ്റും. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളിന്ന് ഭഗവത്ഗീതയിൽ നമ്മൾ കണ്ടത് കൃഷ്ണൻ എന്ന് പറയുന്നത് ബ്രഹ്മമാണ്. നമ്മളെ ധാരണ എന്ന് പറഞ്ഞാൽ സാധാരണ ഈ കൃഷ്ണലീലകളിലെല്ലാം കൃഷ്ണനാണ്. അതുപോലെ ഭാഗവതവും ഒരു കൃഷ്ണകഥയായിട്ട് മാറിയിട്ടുണ്ട്. ഈ കുട്ടികൾ കഷായം കുടിക്കുമ്പോൾ പഞ്ചസാര ഇടക്ക് കൊടുക്കും. അപ്പോൾ അത് വായിൽ വെക്കും. എൻ്റെ അമ്മ മാറുമ്പോൾ അതങ്ങ് തുപ്പിയിട്ട് പിന്നെ പഞ്ചസാര കഴിക്കും. ഇതുപോലെ ഭാഗവതത്തിലും ഈ ചില ഭാഗത്തുനിന്ന് എടുത്തിട്ടുള്ള അതും കൃഷ്ണനുമായിട്ട് ബന്ധപ്പിച്ച കാര്യങ്ങൾ മാത്രമേ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ ആ കൃഷ്ണൻ എന്ന് പറയുന്ന പരംപൊരുളാണ്. അതിൽ വരുന്ന കാര്യങ്ങളാകട്ടെ 4 വേദങ്ങളിലും 108 ഉപനിഷത്തിലും 17 പുരാണങ്ങളിലുമുള്ള പ്രപഞ്ച രഹസ്യം മുഴുവൻ അറിയുന്ന കാര്യങ്ങളാണ് വഴിക്ക് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ അത് കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് സയൻസും ശാസ്ത്രവും നല്ലവണ്ണം അറിയുന്നവർക്ക് മാത്രമേ അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അത് ലോകത്തിൻ്റെ അവസാനം ശാസ്ത്രം അത്ര ഡെവലപ്പ് ആകുമ്പോൾ മാത്രമേ ആ വിഷയങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഭാഗവതം കൈകാര്യം ചെയ്യുന്നവരുടെ ആ നിലവാരത്തിലേ അത് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനിത് ഇറങ്ങി തിരിച്ചു എന്ന് വെച്ച് അതിൻ്റെ അകത്തുള്ള എല്ലാം അങ്ങ് പറഞ്ഞു കളയാൻ പോവുകയാണ് എന്നൊന്നും ധരിക്കരുത്. എൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ളത് ക്രമത്തിൽ, പക്ഷെ എന്നാലും ഒരു വരിയും വിടാതെ അതിലേക്ക് കടക്കാൻ പോവുകയാണ്. ഒരു വരിയും വിടാൻ പോകുന്നില്ല. എല്ലാ വരികളിലൂടെയും തന്നെ ഭഗവത്ഗീതയും ഒരു വരിയും വിട്ടിട്ടല്ല പോയിരിക്കുന്നത്. അതേ അർത്ഥത്തിൽ തന്നെയാണ് പോയിരിക്കുന്നത്. അതൊരു പരിധി വരെ അവസാനം വരെ പോകാൻ പറ്റിയിട്ടുണ്ട്. അത് ഈ ഡിസംബർ 31 തീരുകയാണ്. എന്തോ ബൈ ചാൻസിൽ ഡിസംബർ 30 ഞാൻ നോക്കിയപ്പം ഡിസംബർ 31 ജാനുവരി 1 തുടങ്ങണം. അപ്പോൾ ജാനുവരി 1 2025 ജാനുവരി 1 ഭാഗവതവും തുടങ്ങണമെന്ന് വെക്കുകയാണ്. ഒരു വരി പോലും വിടാതെ. അവിടെ നമ്മൾ ഈ കാണാൻ പോകുന്നതൊന്നും കൃഷ്ണൻ്റെ കഥയായിട്ട് ബന്ധപ്പെട്ടതായിരിക്കില്ല. ഇടക്കിടക്കൽ അത് വരും. കാരണം അങ്ങനെയാണ്. കാരണം ജനങ്ങൾ വായിക്കണ്ടെങ്കിൽ അദ്ദേഹം ഒരു ബുദ്ധിപരമായ ഒരു സമീപനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ശാസ്ത്രം എല്ലാം അറിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യും. അതുമാത്രം പറഞ്ഞു പോയി കഴിഞ്ഞാൽ ആരും കേൾക്കില്ല. അതുകൊണ്ട് ഇടക്കിടക്ക് ആ ശാസ്ത്രവും പറയും, അതിൻ്റെ ഇടയ്ക്ക് കൃഷ്ണൻ്റെ കഥയും പറയും. പക്ഷേ കൃഷ്ണൻ്റെ കഥ പറയുമ്പോൾ ആ കൃഷ്ണൻ എവിടത്തേക്കാണ് എത്തുന്നത്? ബ്രഹ്മത്തിലേക്കാണ് എത്തുക. നമ്മൾ ഭഗവത്ഗീതയിൽ കണ്ടല്ലോ, കൃഷ്ണൻ എന്ന് പറയുന്നത് ഈ കുരുക്ഷേത്രത്തിലെ ആ കൃഷ്ണനാണ്. അവിടെ ഇരുന്നിട്ടാണ് പറയുന്നുണ്ടെങ്കിൽ യുദ്ധത്തെ പറ്റിയൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. അതിലൂടെ പറഞ്ഞിരിക്കുന്നത് 108 ഉപനിഷത്തിലെ കാര്യങ്ങളാണ്, വേദത്തിലുള്ള കാര്യങ്ങളുമല്ല. വേദത്തിലെയും കുറച്ചൊന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്, അല്പം പറഞ്ഞതുപോലെ ഉപനിഷത്തിലുള്ള ആത്മാവും ഇതുമെല്ലാമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് വേദമൊന്നുമല്ല. വേദമെല്ലാം ഉള്ളത് ഭാഗവതത്തിലാണ്. വേദത്തിലുള്ള എല്ലാ പ്രപഞ്ച രഹസ്യവും എല്ലാം ഭാഗവതത്തിലാണുള്ളത്. അപ്പം അതെല്ലാം അറിയുന്ന ഒരു വ്യക്തിക്ക് അത് കൈകാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മളാ കഴിയുന്നത് ഓരോ ആളും ശ്രമിക്കുന്നു. ആദിയിൽ മുതൽ ശാസ്ത്രം ഡെവലപ്പ് ആകുന്നതനുസരിച്ച് ആദ്യകാലത്ത് ശാസ്ത്രമൊന്നും വലിയില്ല. അന്നുള്ളവർ അതിനെ ഒരു തരത്തിൽ വ്യാഖ്യാനിച്ചു, അവരെ ജ്ഞാനം വെച്ച്. പിന്നെ ആരും അതിനെ മെനക്കെട്ടിട്ടില്ല എന്നുള്ളതൊരു സത്യമാണ്. സയൻസ് പഠിച്ചവരും സയൻസിലോട്ട് നോക്കില്ല. ഇതിലേക്ക് പോകുമ്പോൾ
വേറെ എന്തോ രീതിയിലേക്ക് നോക്കും. പക്ഷേ ഇന്ന് സയൻസ് കുറേ ഡെവലപ്പായിട്ട് സയൻസ് മാക്സിമം എത്തിയിട്ടുണ്ട്. ക്വാണ്ടം മെക്കാനിക്സ് വരെ ശാസ്ത്രം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഭാഗവതത്തിൽ. പിന്നെ ആ ബ്രഹ്മത്തിലേക്ക് എത്തുമ്പോൾ ആ ശാസ്ത്രലോകം കണ്ടെത്തിയില്ല. അത് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ലോകത്തോട് നമുക്ക് പറയാൻ പറ്റണം. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലോകത്തോട്, വേണ്ടുന്നവരെടുക്കും. ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ശാസ്ത്രലോകം അവരുടെ നിലയിലെങ്കിലും അത് കണ്ടെത്തും. ഈ 7 14 ലോകമെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ ശാസ്ത്രലോകം നാളെ കണ്ടെത്തുന്നത് ഇത് തന്നെയായിരിക്കും. ഏതിൽ നിന്നാണോ പ്രപഞ്ചമുണ്ടായത് അതിന് രൂപവും ഭാവവും ഇല്ലാത്തൊരു സംഗതിയാണെന്ന് ശാസ്ത്രലോകം തന്നെ ഏകദേശം മനസ്സിലാക്കിയിട്ട് അതിനെ പിടികിട്ടാതുകൊണ്ട് അങ്ങ് ഊരിയതാണ്. വേദവ്യാസം പ്രത്യക്ഷമായി പറഞ്ഞു, ഇത്രയേ ഉള്ളൂ. ആധുനിക ശാസ്ത്രലോകം അതിന് തിരിച്ചറിയാൻ പറ്റാതെ അതിനെ അങ്ങ് വിട്ടു. വേദവ്യാസം പറഞ്ഞു തന്നു, അതിന് രൂപവും ഭാവമൊന്നുമില്ല, അതിനെ മനസ്സിലാക്കാനും പറ്റില്ല, അതിനെ കയ്യുമില്ല കയലുമില്ല, ജനിച്ചിട്ടുമില്ല, ജനിക്കാൻ പോകുന്നുമില്ല. അതിനെ മനുഷ്യൻ്റെ ബുദ്ധികൾ കൊണ്ട് നമുക്ക് പോലും ഋഷികൾക്ക് പോലും അതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ദേവന്മാർക്കും ഒന്നും അതിനെ മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സാധനമാണത്, അതിന് രൂപവും ഭാവവും ഇല്ല. അതിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായത് എന്ന് പറഞ്ഞു കൊടുത്തു. പക്ഷേ ആധുനിക ശാസ്ത്രലോകത്തിന് അങ്ങനെ പറയാനുള്ളൊരു ഗഡ്സ് കിട്ടിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അങ്ങ് പറഞ്ഞു നിർത്തിയാൽ മതി. ഒരു സാധനത്തു നിന്ന് വന്നു, എന്താണെന്ന് ആർക്കും മനസ്സിലാകുക പറയാൻ അവർക്ക് അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സയൻസിൽ നിന്ന് നിർത്തേണ്ടി വരുമല്ലോ ഗവേഷണങ്ങൾ. അതുകൊണ്ട് അവരവിടെ വെച്ച് ഇട്ടെറിഞ്ഞിട്ട് തടി വിട്ടു, അത്രയേ ഉള്ളൂ. അപ്പം പ്രപഞ്ചം ഏതിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിന് രൂപമില്ല, ഭാവമില്ല, ഒരു ചുക്കുമില്ല. അതിനെ ആർക്കും മനസ്സിലാക്കാനും പറ്റില്ല. ദേവതകൾക്കൊന്നും അതിനെ മനസ്സിലായിട്ടില്ല എന്ന് വേദം എടുത്തു പറയും. ഋഷികൾക്കും മനസ്സിലായില്ല. വേദവ്യാസനും പറയുന്നത് എനിക്കും മനസ്സിലായിട്ടില്ല. പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റില്ല. എന്തോന്നുണ്ടായിരുന്നു, അതിൽ നിന്നാണ് ഉണ്ടായത്. അത് ഭയങ്കര അതിൻ്റെ കഴിവൊന്നും നമുക്ക് ചിന്തിക്കാം. കാരണം അത് ഈ പ്രപഞ്ചമായി മാറേണ്ടെങ്കിൽ അപ്പം അതാണ് ഭഗവത്ഗീതയിലെ കൃഷ്ണൻ. പക്ഷെ നമ്മൾ സാധാരണക്കാരനാകുമ്പോൾ മറ്റേ കൃഷ്ണലീലയെല്ലാം ഉണ്ടല്ലോ, ആ ലീലയായിട്ടാണ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. ഭാഗവതം എന്ന് പറഞ്ഞാൽ ഇതാണെന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. അതൊന്നുമല്ല. ശാസ്ത്രലോകം കണ്ടെത്തിയതും കണ്ടെത്താനിരിക്കുമായ എല്ലാ സയൻസുകളും അടങ്ങിയ ഗ്രന്ഥമാണ് ഭാഗവതം. അത് കൈകാര്യം ചെയ്യുമ്പോൾ എല്ലാ വിഷയവും അറിയണം, ഇനി കണ്ടെത്തേണ്ടി അറിയണം. അത് വെച്ചിട്ടാണ് പോകേണ്ടത്. അതെന്ന് പറഞ്ഞാൽ വലിയൊരു അത്ര എളുപ്പത്തിലല്ല, ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ വേണമെങ്കിൽ മനസ്സിലാക്കാൻ. ഓരോ ആളും അവരവരുടെ വീക്ഷണത്തിലൂടെ അവരവർക്ക് പറ്റുന്ന വിഷയങ്ങൾ പിടിച്ചുകൊണ്ട് പോകുക. അപ്പം അങ്ങനെയുള്ളൊരു സംരംഭത്തിലേക്കാണ് കടക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണമായി തന്നെ പറയണമെന്നുള്ള ശ്രമത്തിൽ തന്നെയാണ് പോകുന്നത്. ആദ്യം തൊട്ട് അവസാനം വരെ ഒന്നും വിടാതെ, വരികൾ വിടാതെ പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതേസമയം തന്നെ അതിനും അതിൻ്റേതായ വഴിയിൽ ചില ലിമിറ്റേഷൻസ് എല്ലാം ഓരോ വ്യക്തിക്കും ഉണ്ടാവും. കാരണം എല്ലാ ജ്ഞാനവും കഴിഞ്ഞിട്ട് പറയാൻ പറ്റുന്ന ആൾ അത് കുറച്ച്. കാരണം വേദങ്ങൾ എഴുതിയ തന്നെ എത്ര ഋഷികൾ വെച്ചാണ്, എത്രയോ ഋഷികൾ കൂടിയിട്ടാണ് വേദങ്ങൾ എഴുതിയത്. അതിനെല്ലാം പാരിക്കൂട്ടി ഇങ്ങനെ കെട്ടാക്കി വെക്കുക മാത്രമേ വേദവ്യാസം ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് വേദവ്യാസനും എന്ത് ചെയ്തു, ഇതിനെയെല്ലാം ഭാഗവതം എന്ന കഥയിലൂട്ട് ഒരു ക്രമത്തിൽ എഴുതി വെക്കുകയും ചെയ്തു. അപ്പോൾ വേദവ്യാസൻ ഒരു വ്യക്തിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏകോപിപ്പിച്ച വ്യക്തി എന്നും പറയാം. അതൊരു ഗ്രൂപ്പാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും സംശയമുള്ള കാര്യമാണ്. കാരണം വേദവ്യാസൻ എന്നതും കഥയിലൊരു കഥാപാത്രമാണ്. വേദങ്ങളെ വ്യസിച്ചവൻ എന്ന അർത്ഥത്തിലാണ് എടുക്കേണ്ടത്. വേദങ്ങളെ എഴുതിയത് മുഴുവൻ കുറേ പേര് കൂടിയാണ്. കൂട്ടിയെഴുതാൻ അതും ഒരു ഗ്രൂപ്പാണ്. വേദങ്ങളെ കൂട്ടി എഴുതിയിട്ടുണ്ടാക്കിയപ്പോഴും ഇപ്പോൾ ഋഗ്വേദം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വേദവ്യാസൻ്റെ പേരല്ല കാണുന്നത്, ഋഷികൾ എഴുതിയതായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം വേദവ്യാസന് ഇതിനെ ഏകോപിപ്പിക്കുന്ന കഴിവ് മാത്രമേ ഉള്ളൂ. ഇവയെല്ലാം ഏകോപിപ്പിച്ചതിൻ്റെ ശേഷം ഇതിലെല്ലാമുള്ള കാര്യങ്ങൾ ഒരു കഥ രൂപത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അതാണ് ഭാഗവതം. അത് വേദവ്യാസൻ്റെ പേരിൽ തന്നെയാണ് വന്നത്.
പക്ഷേ വേദവ്യാസൻ എന്നതും ഒരു തൂലികാനാമമാണ്, തൂലികാനാമം തന്നെയാണ്. കൃഷ്ണദ്വൈപായനൻ എന്നല്ലേ പേര് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വേദവ്യാസനായിട്ട് മാറിയതാണല്ലോ, വേദങ്ങളെ വ്യസിച്ചതുകൊണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു വ്യക്തിയെ അതെല്ലാം ഗവേഷണത്തിലൂടെ നമ്മൾ കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്, അതിലേക്ക് കടക്കുന്നില്ല. കാരണം ഭാഗവതം ഇതെല്ലാം ഉൾക്കൊള്ളുന്ന വിഷയം എന്ന നിലയിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ പൂർണ്ണമായിട്ട് അതുണ്ടെന്ന് ധരിക്കരുത്. കാരണം 4 വേദങ്ങളിലും 108 ഉപനിഷത്തുകളിലും 17 പുരാണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ കാര്യവും എഴുതിയിട്ടൊന്നും ഭാഗവതത്തിൽ വന്നിട്ടില്ല. ഭാഗവതത്തിൽ ഇല്ലാതെ പല കാര്യങ്ങളും പലയിടത്തുമുണ്ട്, ഇതിലുണ്ട്. പക്ഷേ ഒരുമാതിരി ഏകോപിപ്പിച്ചിട്ട് കൃഷ്ണൻ്റെ കഥയായിട്ട് ബന്ധിപ്പിച്ചു കൊണ്ടുപോകാൻ വേദവ്യാസന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്, വേദവ്യാസനും ഈ ഋഷികളെ പറ്റിയുള്ള ഒരു പുരാവസ്തു ഗവേഷകരും കാര്യമായിട്ടൊന്നും തന്നെ അവരെപ്പറ്റി അറിയുന്നില്ല. അവരെക്കാട്ടി മുമ്പിലുള്ള മോഹൻജദാരോ ഹാരപ്പയിലുള്ള ആൾക്കാരെ പറ്റി എല്ലാം നമുക്കറിയാം. പക്ഷെ വേദവ്യാസനെ പറ്റിയോ ഋഷികളെ പറ്റിയോ ഒന്നും നമുക്കറിയില്ല. നമുക്ക് ഏതോ ഒരു ഗുഹ കാണിച്ചിട്ട് ഇവിടെ താമസിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ കവിഞ്ഞ് ബാക്കിയുള്ളവർ പണ്ടുള്ളവരെല്ലാം ഉപയോഗിച്ച വസ്തുക്കളെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. വേദങ്ങളെല്ലാം ഈ എഴുതിയ ഋഷികളുടെ എല്ലാം ഈ ഗ്രന്ഥമല്ലാതെ അവരുപയോഗിച്ച പേനയോ വേറെ എന്തെങ്കിലും വേണ്ടാത്ത സാധനങ്ങളോ അവർ കളഞ്ഞ സാധനങ്ങളൊന്നും നമ്മളെ കൈമാറ്റ അത്ര ഇല്ല എന്നതാണ് സത്യം. അതിന് മുമ്പിലുള്ളവരെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതൊരു ചെറിയ വിഭാഗമായിരുന്നു. അതൊരു ശാസ്ത്രലോകം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അത് ശാസ്ത്രജ്ഞന്മാരായിരുന്നു. ശാസ്ത്രജ്ഞന്മാരെ ആരും തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല. അവർ തരുന്ന കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതെല്ലാം നമ്മളെടുത്ത് ഉപയോഗിക്കും. അവർ കണ്ടുപിടിച്ച, അവരുടെ ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിച്ച ഉപകരണങ്ങളെല്ലാം നമ്മൾ ഉപയോഗിക്കുമെങ്കിലും ഇതിൻ്റെ പിന്നിലുള്ള ബുദ്ധി ആരാണെന്ന് നമുക്ക് പല കണ്ടുപിടുത്തങ്ങളും ഇന്നുണ്ടല്ലോ. എന്തെല്ലാം തരം സാധനങ്ങളും നമ്മളുണ്ട്. ഇതെല്ലാം ആരാണ്, ഇതിൻ്റെ പിന്നിലെല്ലാം ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പനീൻ്റെ പേര് പറയല്ല, അത് അതിൻ്റെ പിന്നിലുള്ള ബ്രെയിനിനെ ആരും എടുക്കാറില്ല. അപ്പം ശാസ്ത്രം സയൻസ് കൈകാര്യം ചെയ്യുന്നവരെ ആരും ശ്രദ്ധിക്കാറില്ല. അവർ തരുന്നത് ഇങ്ങ് വാങ്ങും, അനുഭവിക്കും എന്നതിൽ കവിഞ്ഞ് അതേ അവസ്ഥ തന്നെയാണ് ഋഷികൾക്കും വേദവ്യാസനും എല്ലാം സംഭവിച്ചത്. കാരണം അവരുടെ എവിടെ നിന്ന് വന്നു, എവിടെ പോയി, അതിൽ പോലും ഒരു കൃത്യതയില്ല. അവരെവിടെയാണ് താമസിച്ച്, അവരുടെ മക്കൾ എന്തെല്ലാം എന്തെല്ലാം ഊഹിച്ചിട്ട് അതും ഇതും പറയുന്നതല്ലാതെ അവരോട് ഉപയോഗിച്ച സാധനങ്ങൾ, അവരും സാധനങ്ങളെല്ലാം ഉപയോഗിച്ചിരിക്കുമല്ലോ. ഇത്രയും ശാസ്ത്രജ്ഞാനമുള്ളവർ എന്തെല്ലാം സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഒരു തുമ്പെല്ലാം എടുത്തിരുന്ന ഇത് വേദവ്യാസൻ ഉപയോഗിച്ച സാധനമാണെന്നെല്ലാം പറയാൻ എന്താ ഉള്ളത്? അതിൻ്റെ മുമ്പിലുള്ള മോഹൻജദാരോ ഹാരപ്പയിലുള്ള സാധനങ്ങൾ നമുക്ക് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം ഇവർ ശാസ്ത്രജ്ഞന്മാരാണ്, ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവരാണ്. അവരെ ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. ബുക്ക് എഴുതിയിട്ട് കൊടുത്താൽ ഇന്ന് അന്ന് ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ് കൊണ്ടുപോയി അവരവരുടെ പാർട്ടി നേടിയോ പോയി. അതാണ് സത്യം. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പിന്നെ അവരുടെ കൃതികളിലൂടെ അവർ അനശ്വരന്മാരായി. അവരുടെ സാധനങ്ങളൊന്നും വേണ്ട, അല്ലാതെ തന്നെ അവർ അനശ്വരന്മാരാണ്. എല്ലാവരുടെ മനസ്സിലും അവർ നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേദവ്യാസനെ പറ്റി, വേദവ്യാസൻ ഒരു വ്യക്തിയാണോ? ഇത് എൻ്റെ സംശയമല്ല, പലവർക്കുള്ള സംശയമാണ്. വേദവ്യാസൻ ഒരു വ്യക്തിയാണോ, ഒരു കൂട്ടമാണോ എന്നതെല്ലാം അത് ഗവേഷണത്തിലൂടെയെല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതാണ്. കാരണം പുസ്തകത്തിൽ അതിനെപ്പറ്റി ഒന്നും എഴുതി വെച്ചിട്ടില്ല. വേദവ്യാസൻ ഞാൻ ജനിച്ച വ്യക്തിയാണ്, കഥയിൽ എഴുതി വെച്ചിട്ടുണ്ട്. വേദവ്യാസൻ എങ്ങനെ ഉണ്ടായത്? അത് കഥയല്ലേ. ഒരു പരാശര മുനിക്ക് കടത്ത് കടക്കാൻ പോകുമ്പോൾ ഒരു പ്രേമം തോന്നുന്നു, പെട്ടെന്ന് തന്നെ എന്നിട്ട് ഇങ്ങനെ ഉണ്ടാകുന്നു
എന്നിട്ട് ഉപേക്ഷിച്ചിട്ട് പോകുന്നു. പിന്നെ അവനെ വേദവ്യാസനെ പറ്റി പറയുന്നതിൽ എങ്ങനെയാണ് വളർത്തിയതിനെ പറ്റി ഒന്നുമില്ല. അതെല്ലാം കഥയിലൂട്ടി അങ്ങനെ നമുക്ക് കുറച്ച് വിവരമൊക്കെ കിട്ടിയാണ്. കഥയെങ്ങനെയാണ് നമ്മൾ അതേപോലെ എടുക്കുന്നത്? കഥ അതേപോലെ എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം എങ്ങനെയാ വിശ്വസിക്കുക? ഏതോ ദ്വീപിൽ പോകുന്നു, ദ്വീപിൽ വെച്ച് പ്രസവിക്കുന്നു, എന്നിട്ട് അമ്മയെല്ലാം ഇട്ടെറിഞ്ഞ് പോകുന്നു, പിന്നെ ഒന്നുമില്ല, എല്ലാം വിട്ടു. അപ്പൊ ഇതെല്ലാം കഥയിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതൊരു ഗ്രൂപ്പാകാം, ഒരു ഗ്രൂപ്പിനെ ഒരു കഥാപാത്രമായി ചിത്രീകരിച്ചതാണ്. വേദവ്യാസന്റെ മകൻ തന്നെ എന്താണ്, നമ്മളിപ്പം ഭാഗവതത്തിൽ കാണാൻ പോകുന്നത് എന്താണ്? വേദവ്യാസന്റെ മകൻ ഒരു കഥയിൽ പറയുന്നത് എന്താണ്? വേദവ്യാസൻ മകനെയും കൂട്ടിയിട്ട് ശിവന്റെ അടുത്ത് പോയിട്ട് മോനെ ബ്രഹ്മതത്വം ഉപദേശിക്കണം. ശിവൻ പറഞ്ഞ് അത്ര സുഖമുള്ള പരിപാടിയൊന്നും അല്ല, ഇഷ്ടപ്പെടുക, അതൊന്നും കുഴപ്പമില്ല, ചെയ്തോട്ടെ. ഉപദേശിച്ചപ്പോൾ അച്ഛനെ പോലും വന്നിക്കാതെ ഒരൊറ്റ പോക്കാണ്. ബ്രഹ്മസാക്ഷാത്കാരം കിട്ടിയപ്പോൾ മകൻ, പിന്നെ കൃഷ്ണൻ അല്ല വേദവ്യാസം പിന്നാലെ ഓടി നടന്നിട്ട് വിളിക്കുകയാണ് മോനെ 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 എന്ന്. കാരണം ശിവനോട് വണങ്ങിയിട്ട്, അതായത് പിന്നെ ബ്രഹ്മവുമായിട്ട് ബന്ധുവുള്ളൂ എന്നാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ബ്രഹ്മസാക്ഷാത്കാരം വരെ അച്ഛനുമില്ല അമ്മയുമില്ല, പിന്നെ ബ്രഹ്മമേ ഉള്ളൂ. അതുകൊണ്ട് ആ ബ്രഹ്മത്തോട് പ്രതീകമായിട്ട് ശിവനോട് വണങ്ങിയിട്ട് സ്ഥലം വിട്ടത്. പിന്നെ വേദവ്യാസം വിളിച്ചപ്പോൾ പിന്നാലെ വിളിച്ചു ഓടുന്നുണ്ട്. അപ്പം വിളി കേട്ടത് വേദവ്യാസൻ എന്ന നിലയിലല്ല, മകനല്ല. വിളി കേട്ടത് വേദവ്യാസന്റെ മകനല്ല, വേദവ്യാസം പിന്നാലെ ഓടുകയാണ്. വിളി കേട്ടത് ചെടികളാണ് എന്നാണ്. അതായത് ബ്രഹ്മമായി, എല്ലാം ബ്രഹ്മമായി. അവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ബ്രഹ്മമേ ഉള്ളൂ. അതാണ് ആ ആശയത്തിലൂടെ തരുന്നത്. ഒരാൾ ബ്രഹ്മസാക്ഷാത്കാരം, അപ്പോൾ ഒരു കഥാപാത്രത്തിലൂടെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതൊരു കഥാപാത്രമായിട്ടല്ലേ കാണേണ്ടത് മകനെ. അവനെ പിന്നെ കാണാനില്ല, അങ്ങനെ കാണാനില്ലാതെ ഒന്നും ആവില്ലല്ലോ. ആളുണ്ടാവില്ല, എവിടെയും പോയിട്ട് ഒരു ബന്ധവുമില്ലാതെ എവിടെയും പോയി ബ്രഹ്മത്തിൽ ലയിക്കുന്നല്ലാതെ. ഇത് വേദവ്യാസന അറിയാതെ കൊണ്ടാണ്. കഥയിലൂടെ പറഞ്ഞു വെച്ചാൽ എന്താണ്, എല്ലാം ചെടികളെല്ലാം ശബ്ദിച്ചത്. അതായത് ബ്രഹ്മസാക്ഷാത്കാരം നേടിയാൽ ഈ പ്രപഞ്ചം എല്ലായിട്ട് ബ്രഹ്മമായി മാറും. ആ അർത്ഥത്തിലാണ്. കാണാൻ പോലും പൊടി കിട്ടിയില്ല എന്നാണ് പറയുന്നത്. അതേ വേദവ്യാസന്റെ മകൻ തന്നെയാണ് പരീക്ഷത്തിന് വന്ന് ഉപദേശിച്ചു കൊടുക്കുന്നത്. എന്നേരം കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷേ പരീക്ഷത്തിന് വന്ന് കഥയെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആത്മീയ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം നടന്നു തന്നെയാണ് വരുന്നത്, എല്ലാവരും കാണുന്നുണ്ട്. അതല്ലേ ഇനി അടുത്തതിൽ കാണാം. ഇപ്പോൾ ഒരുത്തിയിൽ ബ്രഹ്മസാക്ഷാത്കാരം പോയതിൻ്റെ ശേഷം ചെടികളെല്ലാം ഇറ്റായി മാറിപ്പോയി, കാണുന്നില്ല. വേദവ്യാസന് പോലും കാണാൻ പറ്റുന്നില്ല. പക്ഷെ അതേ വേദവ്യാസന്റെ കഥ പറഞ്ഞു കൊടുക്കുന്നത്, പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നത് വന്നിട്ട് നടന്നു വന്നിട്ട് കഥ പറയുകയാണ്. അതേ ഉപനിഷത്ത് പറയുന്ന ഒരാൾ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ലോകമായിട്ട് ഒരു ബന്ധുവില്ല, ഒരു കഥയും പറയാൻ വരില്ല. ഇതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഥയിൽ എന്തില്ല, ചോദ്യമില്ല. അതുകൊണ്ട് യുക്തിവാദികൾ കഥയിൽ വെച്ച് ചോദ്യം ചോദിക്കാൻ നടന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. കഥയിൽ ചോദ്യമില്ല, ആശയം എടുത്തുകൊള്ളുക. യുക്തിവാദികളെല്ലാം കഥയിലുള്ള ചോദ്യം പിടിച്ചിട്ടാണ് ഇപ്പം നടക്കുന്നത്. അത് തന്നെ ഒന്നാമത്തെ മണ്ടത്തരം. കഥയും പിടിച്ചിട്ട് ചോദ്യം ചോദിച്ച് നടക്കുക. അപ്പം നമ്മളിതിൽ ആശയപരമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കണം. അപ്പോൾ ഈ വേദവ്യാസൻ എന്നതും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു കഥാപാത്രമായിട്ട് തന്നെയാണ്. യഥാർത്ഥത്തെ പേര് പറഞ്ഞു വെച്ചിട്ടുണ്ട്, കൃഷ്ണദ്വൈപായനൻ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം അതെല്ലാം അത് കഥയിലൂട്ടി അത്രേ പറഞ്ഞു തന്നിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് നമുക്കൊന്നും ഊഹിക്കാനേ പറ്റൂ. ഊഹിച്ചിട്ട് തല
വെറുതെ വേണ്ടാതെ തലയിൽ അനാവശ്യമായി ഊഹിച്ചിട്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല. അത് ചരിത്ര ഗവേഷകർക്ക് വിട്ടുകൊടുക്കണം. അപ്പോൾ ഈ ജാനുവരി 1 മുതൽ പറ്റുമെങ്കിൽ ചിലപ്പോൾ 1-2 ദിവസം കടന്നു പോകുമായിരിക്കും. ഭാഗവതം ആദ്യം മുതലേ ഏതുപോലെയാണോ ഭഗവത്ഗീത തുടങ്ങിയത് അതേപോലെ ഒരു വരിയും വിടാതെ നമ്മൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഓരോ ചാപ്റ്ററായിട്ട് എടുത്തെടുത്താണ് പോകുന്നത്. അവസാനം എത്തുമ്പോഴേ പറയാൻ പറ്റൂ എങ്ങനെയത് പോകുമെന്നുള്ളത്. അപ്പോൾ ഒരു ശ്രമം നടത്തുകയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്കിനി ഒരു 31 വരെയുള്ള ഭഗവത്ഗീതയുണ്ട്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്കതിലേക്ക് കടക്കാം.